ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് അവൻ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഇത് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും. അതായത് റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടികൾക്കാണ് ഈ പ്രശ്നം നമ്മൾ കൂടുതൽ കാണാറുള്ളത്. ഞാൻ സ്നേഹിക്കുന്ന ആ ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അവരുടെ മുമ്പിൽ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും കാണുന്നുണ്ടാവില്ല, ഓർമ്മയിലൊന്നും വരുന്നില്ല, ഞാൻ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്താണ് അവർ ഇഗ്നോർ ചെയ്യണ്ടാവുക, ഇങ്ങനെ ചോദിക്കാറുണ്ട്. സോ നമ്മൾ സാധാരണ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ കൂടുതൽ സെൽഫിഷ് ആയിരിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് അല്ല, ഇത് അവരുടെ ഭാഗത്തുള്ളതാണ്. അതായത് കൂടുതൽ സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ അവർ അവരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. അവരുടെ സേഫ് പ്ലേസ് അതായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ അവർ കൊണ്ടുവരുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പ്രശ്നമായി മാറിയേക്കാം എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നല്ല, അവർക്ക് അവരുടെ സേഫ് നോക്കിയേ പറ്റുള്ളൂ. ബിക്കോസ് അവർ സെൽഫിഷ് ആണ്, അവർ അവരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും നിങ്ങൾ കാരണം എന്നല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാരണം എന്നൊക്കെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ റിലേഷൻഷിപ്പിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, അത് ആൾ മനസ്സിലാക്കിയിട്ടായിരിക്കും എന്നുള്ളതൊക്കെ. ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ അവരൊരുപാട് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ചാകുമ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് അവരിലുണ്ടായിരിക്കും. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒന്ന് സോറി പറയാൻ പോലും അവർ തയ്യാറാവില്ല. മാത്രമല്ല കുറ്റങ്ങളെല്ലാം നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവന്നിടും. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടി അവർക്കുണ്ടെങ്കിൽ മിക്കവാറും അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് എമ്പതി തീരെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരൊരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കില്ല, അവർ അവരുടെ കാര്യങ്ങൾ മാത്രമേ ആലോചിക്കുകയുള്ളൂ. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് സ്നേഹമായിട്ട് പെരുമാറുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ ഇഗ്നോർ ചെയ്യാം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല. ഇതേ സമയം നിങ്ങളും തീരെ എമ്പതി ഇല്ലാത്തൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിലും പറയുന്നത് പോലെ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് തീരെ എമ്പതി ഇല്ല, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. അതായത് അവരെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങളാണ് അവരുടെ സ്ഥാനത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു ദേഷ്യമോ വെറുപ്പൊക്കെ വരാം. അങ്ങനെയും ഈ ഇഗ്നോർ അവിടെ സംഭവിക്കും. അതായത് നിങ്ങളെ അവർ അകറ്റി നിർത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്, അവഗണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ എമ്പതി അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കൂടുതൽ സ്പേസ് അല്ലെങ്കിൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് തീരെ ഫ്രീഡം കിട്ടുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല, അവരെ നിയന്ത്രിച്ച് നിർത്തുകയാണ്, കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. എങ്ങനെയും നിങ്ങളുടെ അടുത്ത് നിന്ന് പുറത്ത് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നുള്ളത് നോക്കുക. കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. സോ അത് നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കരുത്. ഒരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ഒരാളിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതേപോലെ തന്നെയാണ് അവരുടെ കാര്യം. സോ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അങ്ങനെയാണെങ്കിലും അവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യാനും ഇട്ടിട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നോക്കുക. ഇതിലേതാണ് അവരിൽ ശരിക്കും സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവരിലും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില ആളുകൾക്ക് മറ്റു പല കാരണങ്ങളൊക്കെ ആയിരിക്കാം. എങ്കിലും കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള റീസൺസ് ഒക്കെ കാണാറുണ്ട്. സോ ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതേപോലെ അവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടിയിട്ടും അവരെ കുറച്ചുകൂടി നിങ്ങളിലേക്ക് അടുപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ വഴികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്